നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. എനിക്ക് വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആത്മവിശ്വാസം നശിക്കില്ല. എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് ഒരു ലേബൽ വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ ഇതിപ്പോ നോക്കണ്ട. ഇത് വന്ന് പറയില്ലല്ല നമുക്കുള്ളത്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തമ്മില് കാണും. ഒരു പെൺകുട്ടി വന്നിരുന്ന് പറയണത് എന്താണ് അതിന്റെ ഉള്ളിൽ പറയുന്നത് ഒന്നും ആരും നോക്കാറില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അപ്പോ ഈ ഒരു സെക്സ് എന്നുള്ള വാക്ക് മാത്രം കോൺസെൻട്രേഷനിൽ ഫസ്റ്റ് വരുന്നത്. സെക്സ് എന്ന് പറയുമ്പോൾ ഇവരെ അറിവിൽ ആകെ ഇവർക്ക് ചിന്ത പോകുന്നത് എവിടം വരെ ഇങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. സെക്സ് എന്നുള്ള വാക്കാണ് പ്രോബ്ലം. ഇത് പോയോ പിന്നെ വേറെ യാതൊരു പ്രശ്നവും വരാൻ പോണില്ല. ഏറ്റവും കൂടുതൽ ഇതുപോലെ ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഹേർട്ടായിട്ട് തോന്നിയ ഏതെങ്കിലും കമന്റ് ഉണ്ട് ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത്? എനിക്ക് റേപ്പ് ത്രെട്ടൻ വന്നു. എന്റെ വീട്ടിൽ വന്ന് കമ്പിപ്പാര കുത്തി കയറ്റും. നന്നായിട്ടുണ്ട്. 4 പാരഗ്രാഫിലാണ് അതിങ്ങനെ പച്ചക്കെ എഴുതിയിട്ടുണ്ട്. റേപ്പ് ചെയ്യുന്ന ഒരു ഇങ്ങനെ വിവരിച്ച് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നു. എനിക്കത് അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. അത് ഒന്നുമില്ല. അതേ പറഞ്ഞത് സാധനം എന്തോ ബ്യൂട്ടി എന്തോ ഒരു സാധനത്തില് ഡാർക്ക് വാട്ടർ എന്നാണ് ഒരു കമന്റ് ഇട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അപ്പൊ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇത് എനിക്ക് പേടിയായി സംഭവം. ഇങ്ങനെ പ്രാന്തന്മാര് ചുറ്റിനുണ്ടല്ലോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.